നിങ്ങൾക്ക് പല രൂപത്തിൽ വ്യാഖ്യാനിക്കാം ശ്രീ ടി പി ജയചന്ദ്രൻ. ഇതൊരു സർക്കാർ പരിപാടിയല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ടോ? അതിന് സുപ്രീം കോടതി തന്നെ ഒരു സമിതിയെ നിർമ്മിച്ച് അവരാണല്ലോ സ്മൃതി ഈ പരിപാടികൾ പൂർത്തിയാക്കുന്നതും ക്ഷണക്കത്തയക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ. ഇനി ഇത് ഈ രാജ്യത്ത് അങ്ങനെ പുതിയ അനുഭവമൊക്കെയാണോ? സോമനാഥ ക്ഷേത്രത്തിന്റെ ചരിത്ര സ്മൃതി പറയുമോ? ആരാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്? നെഹ്റു മാത്രമായിരുന്നല്ലോ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്, പട്ടേൽ ഉണ്ടായിരുന്നല്ലോ. പട്ടേലിന്റെ കൂടി അഭിപ്രായ പ്രകാരം, പട്ടേലിന്റെ നേതൃത്വത്തിലും പട്ടേലിന്റെ താല്പര്യപ്രകാരമായിരുന്നില്ലേ? എന്തായിരുന്നു സോമനാഥ ക്ഷേത്രം ശരിയും അയോധ്യ തെറ്റുമാകുന്നത് എവിടെയാണ്? ഇവിടെ ചിലത് തെറ്റാകുന്നത്. ഒരു കാര്യം ശരിയാണ് സ്മൃതി, പലർക്കും ജനകീയ അടിത്തറ നഷ്ടപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന ചില കോപ്രാത്തരങ്ങളല്ലാതെ എന്തു പറയാനാ? ഇപ്പൊ താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞു BJPക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, തൊട്ട് മുമ്പ് 4 തെരഞ്ഞെടുപ്പ് വേറെ നടന്നല്ലോ, 5 ഇപ്പൊ ബ്രിട്ടാസിന്റെ പാർട്ടി വലിയ മതേതരത്വം പറഞ്ഞു, 2 നിയമസഭാ സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ എത്തി? അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് ഇത് നാളെ BJP രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് കോൺഗ്രസിനോട് ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്നത് അതേ വാക്കുകൾ പറയാനല്ലല്ലോ സ്മൃതി ഞാനിവിടെ ഇരിക്കുന്നത്. BJPയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല. ഒരു ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ, വിഗ്രഹപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിന്റെ സുപ്രീം കോടതി നിർണയിച്ച നിർമ്മാണ കമ്മിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പലർക്കും ക്ഷണക്കത്തയച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.